2026 ജൂലൈ 13 സിറാജ് എഡിറ്റോറിയൽ. എൽനിനോ ആഘാതം മത്തിയിലൊതുങ്ങുമോ? സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം സംബന്ധിച്ച് നിരവധി ഏജൻസികൾ കേരളത്തിന് ഗൗരവതരമായ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ്. മത്തി ലഭ്യത കുറയുമെന്നാണ് കേന്ദ്ര സമുദ്ര മത്സ്യബന്ധന ഗവേഷണ സ്ഥാപനമായ CMFR-യുടെ മുന്നറിയിപ്പ്. രാജ്യത്താകെ മത്സ്യലഭ്യതയെ ഈ പ്രതിഭാസം ബാധിക്കുമെന്ന നിരീക്ഷണവും ഗവേഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് ആശങ്കപ്പെടുന്ന എൽനിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ, മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്നാണ് കരുതപ്പെടുന്നത്. കടലിലെ താപതരംഗങ്ങളും താപ വ്യതിയാനങ്ങളും മത്തി ഉൾപ്പെടെയുള്ള ചെറിയ ഉപരിതല മത്സ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. കടുത്ത ചൂടിനും ഉയർന്ന ലവണാംശത്തിനും ശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം പെട്ടെന്ന് മാറിമറിയുന്നതിന് കാരണമാകും. ഇത് തീരദേശ മത്സ്യ കൃഷിയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഈ മുന്നറിയിപ്പുകളെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. കാലാവസ്ഥാ മാറ്റമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ ജനങ്ങളും സർക്കാരും ഒരുങ്ങേണ്ടതുണ്ട്. പ്രകൃതിയിൽ ഇത്തരം മാറ്റങ്ങൾക്ക് മനുഷ്യരുടെ ചെയ്തികൾ ഹേതുവാകുന്നുവെന്നത് ഇന്ന് ഒരു പാരിസ്ഥിതിക സിദ്ധാന്തമല്ല, തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണവും മലിനീകരണവും അതിതാപനത്തിലേക്ക് നയിക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ പേരും ചേർന്ന് വഹിക്കേണ്ടതാണ്. അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കെടുതി നേരിട്ട് അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്തുപിടിക്കാനുള്ള പദ്ധതികൾ സർക്കാർ നടപ്പാക്കുകയും വേണം. പസഫിക് സമുദ്രത്തിലെ താപനില ഉയരുന്നതുമൂലം ആഗോള കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനമാണ് എൽനിനോ. സാധാരണയായി 2 മുതൽ 7 വർഷം വരെ ഇടവേളകളിൽ ഉണ്ടാകുന്ന ഈ പ്രതിഭാസം ഇന്ത്യൻ മൺസൂണിനെ ദുർബലപ്പെടുത്തുകയും കേരളമടക്കമുള്ള പ്രദേശങ്ങളിൽ കടുത്ത ചൂടിനും വരൾച്ചയ്ക്കും കാരണമാകുകയും ചെയ്യുന്നു. എൽനിനോ കാലങ്ങളിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന മൺസൂൺ ദുർബലമാകാൻ സാധ്യതയുണ്ട്. ഇത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും കൃഷിയെയും ജലസ്രോതസ്സുകളെയും ബാധിക്കുന്നു. അന്തരീക്ഷ താപനില വർദ്ധിക്കും. ചില വർഷങ്ങളിൽ എൽനിനോയുടെ ഫലമായി കേരളത്തിൽ പ്രളയത്തിന് സമാനമായ കനത്ത മഴയും ഉണ്ടാകാറുണ്ട്. കാലവർഷത്തിന്റെ പകുതിയിലേറെ പിന്നിട്ടിട്ടും കേരളത്തിൽ മഴ പ്രതീക്ഷിച്ച തോതിൽ സജീവമായില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അസാധാരണ ശക്തിയാർജിച്ച കാറ്റ് തീരദേശത്തും മലയോര മേഖലയിലും നിത്യജീവിതത്തെയും വിവിധ സാമ്പത്തിക മേഖലകളെയും സാരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ കാലവർഷക്കാലത്ത് മഴയും കാറ്റും സന്തുലിതമായാണ് അനുഭവപ്പെടാറുള്ളത്. മഴയുടെ കുറവും ശക്തമായ കാറ്റും ഒരേ സമയം അനുഭവപ്പെടുന്നത് കൃഷി, മത്സ്യബന്ധനം, ജലവൈദ്യുതി ഉൽപ്പാദനം, വൈദ്യുതി വിതരണം തുടങ്ങിയ മേഖലകളിൽ പ്രതിസന്ധിക്കിടയാക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ IMD കണക്കുകൾ പ്രകാരം ജൂൺ 1 മുതൽ ജൂലൈ 11 വരെ സംസ്ഥാനത്ത് ലഭിച്ചത് 653.6 മില്ലിമീറ്റർ മഴ മാത്രമാണ്. സാധാരണ ഈ കാലയളവിൽ ലഭിക്കേണ്ടത് 891.9 മില്ലിമീറ്റർ മഴയാണ്. ശരാശരി 27% മഴക്കുറവുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. മഴക്കുറവ് ഏറ്റവും രൂക്ഷമായത് മലയോര ജില്ലകളിലാണ്. വയനാട്ടിൽ 55%, ഇടുക്കിയിൽ 52% മഴ കുറഞ്ഞു. സമുദ്ര അന്തരീക്ഷ വ്യവസ്ഥയിൽ ഒരേ സമയം ഉണ്ടായ നിരവധി മാറ്റങ്ങളുടെ ഫലമാണ് നിലവിലെ അസാധാരണ സാഹചര്യമെന്ന് വിദഗ്ധർ വിശദീകരിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ പ്രധാന ചാലകശക്തിയായ സൊമാലി ജെറ്റ് സ്ട്രീം ശക്തിപ്പെട്ടതോടെ അറബിക്കടലിലൂടെ ഈർപ്പമുള്ള വായു കേരളത്തിലേക്ക് വ്യാപകമായി എത്തുന്നുണ്ട്. എന്നാൽ മഴമേഘങ്ങൾ രൂപപ്പെടാനാവശ്യമായ അന്തരീക്ഷ സാഹചര്യം എല്ലാ ദിവസവും ലഭിക്കാത്തതിനാൽ വ്യാപകമായ മഴ പെയ്യുന്നില്ല. ജൂലൈ 2ാം പകുതിയോടെ ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുകയും അതിൻ്റെ സ്വാധീനത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വീണ്ടും സജീവമാക്കുകയും ചെയ്താൽ മാത്രമേ സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂവെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എൽനിനോ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ
മാഡൻ, ജൂലിയൻ ഓസിലേഷൻ തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കേരളത്തിലെ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി ടി സിദ്ദീഖ് നിയമസഭയെ അറിയിച്ചിരുന്നു. മനുഷ്യരെ ആശങ്കയിലേക്ക് തള്ളിവിടുന്നതിൽ അസാംഗത്യമുണ്ടെങ്കിലും കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പുകളെ അവഗണിക്കാനാകില്ല. എൽനിനോ മൂലമുള്ള മഴയൊഴിയുന്ന നേരത്തെ കടുത്ത ചൂടും വലിയ സങ്കീർണതകളാണ് സൃഷ്ടിക്കുന്നത്. ജൂണിൽ തന്നെ ഈ പ്രതിഭാസങ്ങൾ ദൃശ്യമായത് കാലവർഷം പിൻവാങ്ങുന്നതോടെ വരൾച്ചയുടെ കടന്നുവരവിന് സാധ്യതയേറ്റുന്നുണ്ട്. കാലവർഷത്തിൽ മഴ കുറയുന്നതും അതിതീവ്ര മഴ കൂടുന്നതും ആഗോള താപനത്തിൻ്റെ സൂചനയാണ്. ഈ പ്രതിഭാസങ്ങളുടെ പ്രത്യക്ഷ ഇരയെന്ന നിലയിൽ കേരളത്തിലെ കൃഷി, ജല ഉപയോഗം, സംരക്ഷണം, സംഭരണം, ഊർജ്ജസ്രോതസ്, മാലിന്യ സംസ്കരണം, ആരോഗ്യ പരിപാലനം തുടങ്ങിയവയിലെല്ലാം സമൂല പരിഷ്കരണം അനിവാര്യമാണ്. ജനകീയ പങ്കാളിത്തവും വൈദഗ്ധ്യവും കൈകോർക്കുകയും സർക്കാർ അതിന് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ മാത്രമേ മുന്നോട്ടുള്ള വഴി തെളിയുകയുള്ളൂ.